ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജവാൻഡിച്ച് വേളിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനിന്ന് നമുക്ക് വീട്ടിൽ സുലഭമായി കിട്ടുന്ന കുറച്ച് സാധനം കൊണ്ട് ഒരു പഴയകാല കറി ഉണ്ടാക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പേരൻസൊക്കെ ഒരു നൊസ്റ്റാൾജി അടിക്കുന്നൊരു കറിയാണ് ഇത്. ഇതിന് ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. പിന്നെ ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഏത്തക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ പുളിക്കാവശ്യമായിട്ടുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ഒരു ചേമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചക്കക്കുരും മാങ്ങയും മാത്രമാണെങ്കിലും കറി വെക്കാം, അല്ലെങ്കിൽ പിന്നെ കായും മാങ്ങയായിട്ട് കറി വെക്കാം, അല്ലെങ്കിൽ ചേമ്പും മാങ്ങയായിട്ടൊക്കെ കറി വെക്കാം. ഞാൻ ഇതെല്ലാം കൂടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോഴത്തെ തലമുറകൾ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് പെട്ടെന്നുള്ള കാര്യങ്ങളാണ്. അവരും ഇത് പഠിക്കട്ടെ. ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനിയൊന്ന് കണ്ടു നോക്കും. ഇനി അടുപ്പ് നമുക്കൊന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. എന്നിട്ടാണെങ്കിൽ കടുവും കൂടെ വറക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഞാനിതിന് കടുവ് വറക്കുന്നില്ല, കാരണം ഇതിനകത്ത് കുറച്ച് തേങ്ങയൊക്കെ ചേർത്തതുകൊണ്ട് ഞങ്ങൾക്ക് കൊളസ്ട്രോളൊക്കെ ഉണ്ടായതുകൊണ്ട് അധികം ഞങ്ങൾ കടുവ് വറക്കുന്നില്ല. ഇത് കടുവൂടെ വറക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻ്റ് ഇടണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾക്ക് പിന്നെ ഈ കൊളസ്ട്രോള് BP അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുണ്ടായതുകൊണ്ടാണ് ഇത് കടുവ് വറക്കാത്തത്. ഞങ്ങളുടെ മക്കളാണേ കടുവ് വറക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.